മലയാള സിനിമയിൽ റിലീസിനായി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം 3 തിയേറ്ററുകളിൽ വൻ ഹിറ്റിലേക്ക് കുതിക്കുന്നു. കഴിഞ്ഞ മെയ് 21-ന് പ്രദർശനത്തിനെത്തിയ ചിത്രം ഇതിനകം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. യുഎസിൽ നിന്ന് മാത്രം $1 മില്യൺ, ഏകദേശം 9.5 കോടി രൂപ ചിത്രം സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. മുൻപത്തെ 2 ഭാഗങ്ങളും സമ്മാനിച്ച വൻ വിജയവും ഉദ്വേഗവുമാണ് മൂന്നാം ഭാഗത്തിനും തിയേറ്ററുകളിൽ ഇത്രയും വലിയ വരവേൽപ്പ് ലഭിക്കാൻ കാരണം. തന്റെ കുടുംബത്തിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജുകുട്ടിയും കുടുംബവും ഇത്തവണ പോലീസ് പിടിയിലാകുമോ, അതോ 4ാം ക്ലാസുകാരന്റെ കൂർമ്മബുദ്ധിയിൽ വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു സിനിമാ ലോകം. കുടുംബബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ജീത്തു ജോസഫ് ഇത്തവണ ദൃശ്യം 3 ഒരുക്കിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2-ന് തിയേറ്ററുകളിലെത്തും. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ്, മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ അവകാശങ്ങൾ വൻ തുകയ്ക്ക് സ്വന്തമാക്കിയതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ബോളിവുഡിലെ പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ്, പനോരമ സ്റ്റുഡിയോസ് വഴി ആശീർവാദ് സിനിമാസിൽ 100 കോടി രൂപയുടെ നിക്ഷേപവും നടത്തുന്നുണ്ട്.